ഞാനിപ്പോൾ മേപ്പാടി പള്ളിയുടെ മുൻപിൽ വെച്ചാണ് സംസാരിക്കുന്നത്. ദുരന്തത്തിൻ്റെ 15-ാം നാളിൽ ഇന്നിവിടെ ഒരു പ്രാർത്ഥനാ സംഗമം നടന്നു. ഞാനിവിടെ അത് കഴിഞ്ഞ ആളുകളൊക്കെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളിങ്ങനെ 1-2-3 കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണ്. കാരണം ഇതൊരു വൈകാരിക നിമിഷമാണ്. കാരണം ഇവിടെ ആ ദുരന്തത്തിൽ മേഖലയിലുണ്ടായിരുന്ന സ്ത്രീകളും കുട്ടികളും അങ്ങനെ തുടർന്ന മുതിർന്നവരും യുവാക്കളും അടക്കം ഇന്നിവിടെ പ്രാർത്ഥനാ ചടങ്ങിൽ പങ്കെടുത്തു. അത് കഴിഞ്ഞ് അവർക്ക് ഭക്ഷണമൊക്കെ നൽകുന്നുണ്ട്, അവർ പോവുകയാണ്. അതിലൊരു വൈകാരികത എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും വലിയൊരു സമാശ്വാസത്തിൻ്റെ ഒരു ദിവസം ഇന്നായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നും അതോടൊപ്പം മുൻപ് സമസ്ത തന്നെ സംഘടിപ്പിച്ച ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിൽ MT ഉസ്താദ് അടക്കമുള്ള ആളുകൾ വന്ന് നടത്തിയ ഒരു പ്രാർത്ഥനാ സംഗമവും ഇന്നത്തെ പ്രാർത്ഥനാ സംഗമവും ഇത് എടുത്തു പറയേണ്ട ഒന്നാണ്. ഞാൻ പലരുമായിട്ടും നമ്മൾ ക്യാമറയ്ക്ക് മുമ്പിൽ അവർ സംസാരിച്ചില്ലെങ്കിലും അവരൊക്കെ പറഞ്ഞത് ഞങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു മനസ്സിൻ്റെ ആ ഒരു സങ്കടം നീങ്ങി ഏറ്റവും വലിയൊരു ദിവസം അല്ലെങ്കിൽ ഒരു സന്ദർഭമാണ് ഈ ഒരു സന്ദർഭം. കാരണം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് ആശ്വസിക്കാൻ കഴിയുള്ളൂ എന്നാണ് അവർ നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരുന്നത്. ഇവിടെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവർ വന്ന പല ആളുകളും പരസ്പരം കാണുന്ന ആളുകൾ നീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് നമ്മളൊക്കെ പലപ്പോഴും കുറേ നാളുകൾക്ക് ശേഷം ആളുകൾ കാണുമ്പോൾ ചോദിക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഇവർ അക്ഷരാർത്ഥത്തിൽ ചോദിക്കുന്ന ചോദ്യമാണ്, മനസ്സറിഞ്ഞ് ഹൃദയം തൊട്ട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, നീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ എന്ന്. ആ ഒരു ചോദ്യം വല്ലാതെ ഉലച്ച് കളയുന്ന ചോദ്യമാണ്. ഞാനൊരു കുഞ്ഞ് ഹാനിയെ 10-ാം ക്ലാസ്സുകാരനെ പരിചയപ്പെട്ടു വിടുന്നു. അവൻ്റെ ഉപ്പ പോയി, ഉമ്മ പോയി, എല്ലാവരും പോയി. അവനും അവൻ്റെ ഒരു കുഞ്ഞനുജത്തിയും മാത്രം അവശേഷിക്കുകയാണ്. അവനോട് കൂടുതൽ സംസാരിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോക്ക് മുമ്പിൽ വരുന്നതിൻ്റെ ഒരു കാരണം കൂടി എന്ന് പറയുന്നത് ഞാൻ ഈ പള്ളി കമ്മിറ്റിയെക്കുറിച്ച് പറയാനാണ്. മേപ്പാടി പള്ളി കമ്മിറ്റി, മേപ്പാടി പള്ളിയെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. പക്ഷേ എങ്കിൽ ഇനിയും പറയേണ്ടതുണ്ട്. കാരണം ഇവരുടെ സേവനം അത് എങ്ങനെ പറഞ്ഞാലും നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല. അത് വെറും വാക്കല്ല, അതൊരു യാഥാർത്ഥ്യവും ഒരു നഗ്ന സത്യവുമാണ്. അറിയോ, ഈ ദുരന്തമുണ്ടായ സമയത്ത് അവർ വിളിക്കുന്നുണ്ട് ഖബർ കുഴിക്കാൻ ആളെ വേണമെന്ന്. അങ്ങനെ ഓടി വരികയാണ് നാടിൻ്റെ നാനാ ദിക്കുകളിൽ നിന്ന് ഖബർ കുഴിക്കാൻ ധാരാളം ആളുകൾ. അവർ വരുന്നു, ഖബർ കുഴിക്കുന്നു, എല്ലാ സൗകര്യവും. ഇവിടെ ഇപ്പോഴിതാ ഭക്ഷണം കൊടുക്കുകയാണ്. ഇന്ന് ഏകദേശം ഇവിടെ 1000, 2000, 3000-ഓളം ആളുകൾ ഇവിടെ ഉണ്ടാകും. അവർക്കൊക്കെ ഇവിടെ ഭക്ഷണമാണ്. ഈ ദുരന്തം നടന്ന 1-ാം ദിവസത്തെ ആദ്യ മിനിറ്റ് അല്ലെങ്കിൽ ആദ്യ മണിക്കൂറുകൾ തൊട്ട് തന്നെ ചായയായി, വെള്ളമായി, ഭക്ഷണമായി ഇവർ ഈ പള്ളി കമ്മിറ്റിയും ഈ നാട്ടുകാരും ഈ ജനതയെ ഏറ്റുപിടിക്കുന്നൊരു കാഴ്ച. എപ്പോൾ വന്നാൽ 24/7 എന്ന് നമ്മൾ വെറുതെ പറയുന്നതല്ല, 24 മണിക്കൂറും ഇവിടെ വന്നാൽ ചായ ഉണ്ടാകും. ഇനി ഒന്നും ഇവിടെ ഇല്ലെങ്കിൽ ഒരാൾ വിശക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് അപ്പോൾ അതിനുള്ള സംവിധാനം ഇവർ ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ സാഹചര്യം ഉണ്ടായിട്ടില്ല. കാരണം അത് കൃത്യമായിട്ട് ഇവർ 24 മണിക്കൂറും ഭക്ഷണമായി, വെള്ളമായി, നാസ്തിയായി, വൈകുന്നേരത്തെ ചായയായി, രാത്രിയത്തെ ഭക്ഷണമായി അവരിവിടെ സജീവമായിരുന്നു. ഇപ്പോഴും നിങ്ങൾക്ക് കാണാം തൊട്ട് പിറകിൽ ഇതേ അവസ്ഥ തന്നെയാണ്. കാരണം ഏകദേശം 1000-കണക്കിന് ആളുകൾ ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു പോയി. ഒരുപാട് സുമനസ്സുകളൊക്കെ സഹായിച്ചു. ആ അർത്ഥത്തിൽ ഇവർ ഈ പള്ളി കമ്മിറ്റി ദൗത്യം, ഒരു കമ്മിറ്റി എന്താണോ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം അത് അഭിമാനത്തോടു കൂടി നിർവഹിച്ച ഒരു പള്ളി കമ്മിറ്റിയുടെ പ്രസിഡൻ്റാണ്. ഞങ്ങൾ അന്നും ഇന്നും സജീവമായിട്ട് ഉരുൾപൊട്ടി അന്നോട്ട് ഇന്ന് വരെ ഞങ്ങൾ മനുഷ്യരെ സാന്ത്വനിപ്പിച്ചിട്ട് ഞങ്ങളെ സഹോദരങ്ങളാണ് പോയത്. എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ട് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകം എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തണം. മേപ്പാടി മഹല്ല് കമ്മിറ്റി ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിശ്ചലമായിട്ട്. 40-48 മയ്യത്തോളം ഇവിടെ കവറടക്കി. ഇപ്പോൾ ലാസ്റ്റ് ദുആണ് ഇന്ന് 14 ദിവസം ദുആണ്. എല്ലാ ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് എല്ലാ സഹകരണങ്ങളും നടന്നു പോവാണ്. ഇവരുടെ ഒരു 40 കൂടി 40 കൂടി ഉണ്ട്. അത് ഇനിയിപ്പോൾ ഇന്ന് 14 ഇനി ബാക്കിയുള്ള ദിവസം 40 ആകുമ്പോൾ കറക്റ്റ് നമ്മളെ സന്നദ്ധ പ്രവർത്തകരൊക്കെ ഭക്ഷണം കൊടുക്കാനൊക്കെ എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് ഇവിടെ. ഇന്നിപ്പോൾ എത്ര പേർക്കാണ് ഭക്ഷണം? ഇന്ന് ഞങ്ങൾ 2000-3000 ആൾക്കാണ് കണക്കാക്കിയിട്ടുള്ളത്. 3000 ആൾക്കാണ് കണക്കാക്കിയിട്ടുള്ളത്. ഈ നാട്ടിലെല്ലാവർക്കും പുറത്തുനിന്ന് വന്നവർക്കൊക്കെ ഇതിനൊക്കെ ഒരു ഏകദേശം ഒരു കണക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഭക്ഷണം തന്നെ ഏകദേശം ഒരു 10-30,000 ആളുകൾക്ക് കൊടുത്തു പോയിട്ടുണ്ട്. അത്രയും ദിവസത്തെ ഒരു കണക്ക്. ഒരു ഭീമമായ സംഖ്യ കമ്മിറ്റി തന്നെയാണോ? നാട്ടുകാർ സംഘടന, നാട്ടുകാരും എല്ലാവരും വകയായിട്ടാണ് കമ്മിറ്റികൾ ആവശ്യപ്പെട്ടോ? അവർ വന്ന് കൊണ്ടുത്തരികയാണ്. ആവശ്യപ്പെടുന്നുണ്ട്, വന്ന് കൊണ്ടുത്തരുന്നില്ല. ആവശ്യപ്പെടാണ്ട് തന്നെ ഇഷ്ടം പോലെ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഗ്രീൻ കാർഡ്, നമ്മുടെ KMCC, ഗ്രീൻ കാർഡ്, വിക്കായ സന്നദ്ധ സംഘടനകൾ 200, 300, 400, 500 കണക്കിനാണ് ഇവിടെ പ്രവർത്തനങ്ങളായിട്ട് വന്നത്. കാര്യമായിട്ട് എല്ലാവരും സഹായിക്കും. ഇവിടെ സാധാരണ ഈ വളണ്ടിയർമാരൊക്കെ താമസം പള്ളിയുടെ മുകളിലാണ്. പള്ളിയുടെ മുകളിലും താഴത്തൊക്കെ ആയിട്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഭക്ഷണവും കാര്യങ്ങളും ഒരു ബുദ്ധിമുട്ടും ആർക്കും വന്നിട്ടില്ല. ഇന്നുവരെ മേപ്പാടി മഹല്ല് ജമാഅത്ത് വളണ്ടിയർമാർക്കൊക്കെ കുളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും പള്ളി അവർക്കായി തുറന്നിട്ടിരിക്കുകയാണ് ഇന്ന് വരെ. ഇനിയും തുറന്നുകൊണ്ടിരിക്കും എല്ലാ പ്രവർത്തനവും. 100-200 പോലീസുകാരുണ്ട് താഴെ.
ഇന്നും വന്നിട്ടുണ്ട്. പള്ളിയുടെ പള്ളി മദ്രസയായിട്ടാണ് 200 പോലീസുകാർ ഇന്നും വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ട വെള്ളവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കും. ഭക്ഷണമൊക്കെ നിങ്ങളാണ് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, ഒരു വിഷമവും ഇല്ലാണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. കാരണം ഇവിടെ വരുന്ന, ഇപ്പോൾ നമുക്കറിയാം, ഈ ചളിയിൽ പണിയെടുത്ത് വരുന്ന ആളുകളായിരിക്കും ഈ വോളണ്ടിയർമാർ. അതിൽ വിക്കായുണ്ട്, സഹായിയുണ്ട്, അതുപോലെ KMCC-ൻ്റെ വൈറ്റ് ഗാർഡ് ഉണ്ട്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള സന്നദ്ധ സംഘടനകളൊക്കെ ഉണ്ട്. ഇവർ ഇത്തരത്തിലുള്ള ഒരു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഉരുൾപൊട്ടലേ എല്ലാം നഷ്ടപ്പെട്ട ആളാണ്. നമ്മൾ മുസ്ലിം ലീഗിൻ്റെ നേതാവ് കൂടിയാണ്. അയാളെ വീടാണ് കഴിഞ്ഞ പ്രാവശ്യം ഉരുൾപൊട്ടൽ മുത്തുമലയിൽ. മുത്തുമലയിൽ. ഇപ്പോൾ ഇവിടെ താമസം? ഇപ്പോൾ കാപ്പംകൊല്ലിയിലാണ്. അവരനുഭവിച്ചു വന്ന ക്യാമ്പ് അവിടെയാണ്. ആ ക്യാമ്പിലല്ല, 10 സെൻറ്റ് വാങ്ങിയതാ. പിന്നെ ഉരുൾപൊട്ടലിൽ നമ്മൾ മരുകളൊക്കെ പോയി. വീട് ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്, കാണുന്നുണ്ടാവും. വാസയോഗ്യമല്ല, അതുകൊണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഏതായാലും ഇതാണ് അവസ്ഥ. കാരണം ഈ ചേറിലും ചളിയിലും പുതഞ്ഞു വന്ന ആളുകൾ പള്ളിക്ക് മുകളിലേക്ക് കയറുമ്പോൾ അവർക്ക് താമസിക്കുവാനുള്ള സൗകര്യം, അവർക്ക് അംഗശുദ്ധി വരുത്തുവാനും കുളിക്കുവാനും ശുചിയാവാനും ഒക്കെയുള്ള സൗകര്യം, ഇതൊക്കെ ഒരു പള്ളി കമ്മിറ്റി അകമഴിഞ്ഞ് ഇവർക്ക് സഹായം ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നമ്മൾ മറക്കാത്ത, അല്ലെങ്കിൽ ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്ന ഒരു വിഭാഗമെന്ന് പറയുന്നത്, എടുത്തു പറയേണ്ട ഒരു വിഭാഗമാണ് വിക്കായ. അന്ന് തൊട്ട് ഇന്ന് വരെ ഇവിടെയും ഇവർ സജീവമാണ്. ആ വിക്കായയെ നിയന്ത്രിച്ച വയനാട്ടിലെ വിക്കായയുടെ കോർഡിനേറ്ററാണ്. അപ്പോൾ എങ്ങനെയൊക്കെ അവരെ അഭിനന്ദിച്ച്, ഞാൻ പലപ്പോഴും എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാഴ്ചയാണ് വിക്കായയുടെ പ്രവർത്തനങ്ങൾ. അത്രമേൽ ആഴത്തിൽ പല ബോഡികൾ എടുക്കുമ്പോൾ ഞാൻ ആ സ്ഥലത്ത് കാഴ്ചക്കാരനായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് വാർത്ത റിപ്പോർട്ട് ചെയ്യാനുണ്ട്. ആ സമയത്തൊക്കെ വിക്കായയുടെ പ്രവർത്തനം, എത്ര വിക്കായയുടെ പ്രവർത്തകർ വന്നു, എങ്ങനെയൊക്കെയായിരുന്നു അവരുടെ ഷെഡ്യൂളുകളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ ഒരു ദുരന്ത വാർത്ത അറിഞ്ഞത് മുതൽ തന്നെ രാവിലെ മുതൽ നമ്മുടെ വിക്കായ പ്രവർത്തകരുണ്ട്. ആദ്യത്തെ ദിവസം എന്ന് പറയുന്നത് നമുക്കാർക്കും ചിന്തിക്കാൻ പറ്റാത്തൊരു ദുരന്തമായതുകൊണ്ട് വരുന്നവരൊക്കെ ആവും പോലെ സേവനം ചെയ്യണം. അപ്പോഴാണ് സമസ്ത വയനാട് ജില്ലാ കമ്മിറ്റി കോർഡിനേഷൻ തന്നെ യോഗം കൂടി വിഭവങ്ങളും സന്നദ്ധ സേവനത്തെയും ഒന്ന് ക്രമീകരിക്കേണ്ടതുണ്ട് എന്ന് ആലോചിക്കുന്നത്. സംസ്ഥാന SKSF-ഉം അത് യോഗം കൂടി ചുമതലപ്പെടുത്തി ഒരു ദിവസം 100-ൽ കുറയാത്ത പ്രവർത്തകർ ഉണ്ടാകണമെന്നാണ് നമ്മൾ ആലോചിച്ചത്. പക്ഷേ സംഗതി അങ്ങനെയൊന്നുമില്ല ഉണ്ടായത്. 100-150 പ്രവർത്തകർ ഓരോ ദിവസവും ഉണ്ടായി. വരുന്നവർക്കൊക്കെ തലേ ദിവസം നാളെ എങ്ങനെ വർക്ക് ചെയ്യണമെന്നത് പുലർച്ചെയാവുന്ന സമയത്തൊക്കെയാണ് ക്രോഡീകരിച്ചത്. മയ്യത്ത് ഏറ്റുവാങ്ങുന്നിടത്ത്, ഖബറ് കുഴിക്കുന്നിടത്ത്, പിന്നെ കുളിപ്പിക്കുന്നിടത്ത്, അതോടൊപ്പം തെരച്ചിൽ നടത്തുന്ന സ്ഥലത്ത് പരമാവധി ആവശ്യമായ ക്ലീനിങ് സംവിധാനങ്ങൾ, ഇതിലൊക്കെ വിക്കായ സജീവമായി എന്നുള്ളതാണ്. മെനഞ്ഞാന്ന് ഞായറാഴ്ച പൊതുജനങ്ങളൊക്കെ പങ്കെടുത്തുകൊണ്ട് നടത്തിയ തെരച്ചിലിൽ 380ഓളം വിക്കായ പ്രവർത്തകരാണ് രാവിലെ ഇവിടെ എത്തിയത്. അതിൽ കാസർഗോഡ്, മംഗലാപുരം, പിന്നെ പാലക്കാട്, അങ്ങനെ എല്ലാ ജില്ലയിൽ നിന്നുള്ള പ്രവർത്തകരുണ്ട്. ആത്മാർത്ഥമായി അവരൊക്കെ സാധ്യമാകുന്ന സേവനങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. ഇന്നിവിടെ നടക്കുന്നത് സമസ്തയുടെ വയനാട് ജില്ലാ കോർഡിനേഷൻ്റെ നേതൃത്വത്തിലുള്ള മരിച്ച ആ ദുരന്തമുണ്ടായത് മുതലുള്ള 15ൻ്റെ അന്നത്തെ പ്രാർത്ഥനയാണ്. ഇവിടെ 3 കഴിക്കാനോ ഒരു ദുആ നടത്താനോ ഒന്നും സാധിച്ചില്ല, എല്ലാം തകർന്നു പോയല്ലോ എന്ന് വിചാരിക്കുന്നവരുടെ മുന്നിലാണ് മഹാനായ അബ്ബാസ് അലി ശിഹാബ് തങ്ങളും മാനുത്തങ്ങളും സമസ്തയുടെ വയനാട് ജില്ലാ അധ്യക്ഷൻ പ്രിയപ്പെട്ട അംസുസ്താദ് ഉൾപ്പെടെയുള്ള ജില്ലയിലെ സാദാത്തുക്കളും ഉലമാക്കളും ഒക്കെ ഒരുമിച്ചുകൂടി ക്യാമ്പുകളിലും മറ്റും കഴിയുന്നവരെയൊക്കെ നേരിൽ പോയി ക്ഷണിച്ച് 15ൻ്റെ അന്ന് പള്ളി കേന്ദ്രീകരിച്ച് വിപുലമായ പ്രാർത്ഥനാ സദസ്സ് നടത്തി അവർക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്ന വളരെ സന്തോഷകരമായ, പ്രയാസമനുഭവിക്കുന്നവരെ സാധ്യമാകുന്ന തരത്തിൽ ചേർത്തു നിർത്തുന്ന പദ്ധതിയാണ്. ഇന്നു മുതൽ സമസ്ത താൽക്കാലിക പുനരധിവാസം, ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ വാടക വീടുകളിലേക്ക് പോവുകയാണ്. കോർഡിനേഷൻ കമ്മിറ്റി ഇന്ന് തന്നെ 10 ആളുകളെ ആ ഒരർത്ഥത്തിലേക്ക് മാറ്റുകയാണ്. തുടർന്നും അങ്ങനെയുള്ള പദ്ധതികളിലേക്ക്, പ്രായോഗികമായ ചില ഇടപെടലുകളിലേക്ക് ഇന്നു മുതൽ പ്രവേശിക്കാനാണ് സമസ്തയുടെ കോർഡിനേഷൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഏകദേശമൊക്കെ തെരച്ചിൽ ഒരു പൂർത്തീകരണത്തിലേക്ക് പോകുന്ന രീതിയാണ്. നമുക്ക് ഒഫീഷ്യലായിട്ട് സർക്കാരാണെന്ന് പ്രഖ്യാപിക്കേണ്ടത്, നമ്മളത് പറയുന്നില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മളത് കാണുമ്പോൾ ഏകദേശമൊക്കെ ആ ഒരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യ സഹജമായതൊക്കെ ചെയ്യാൻ കഴിയുന്നതൊക്കെ സർക്കാരും സംവിധാനങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മളിപ്പോഴും വിശ്വസിക്കേണ്ടത്. ഇനി വിക്കായ ചെയ്യാൻ പോകുന്ന പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ? ഇപ്പോൾ ഒരുപക്ഷെ വാസയോഗ്യമായ വീടുകൾ അവശേഷിക്കുന്നുണ്ട്, പേടി കൊണ്ട് ആളുകൾ മാറി നിൽക്കുന്ന സ്ഥലങ്ങളുണ്ടാകും. അപ്പോൾ അവരെയൊക്കെ പുനരധിവാസം സർക്കാർ സമ്മതിക്കുകയാണെങ്കിൽ
തിരിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടാവുകയാണ്. ഇവിടുത്തെ ക്ലീനിങ് സംവിധാനങ്ങൾ, അവരുടെ ആരോഗ്യം, അവർക്ക് ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് ഒരു മാനസികമായിട്ടുള്ള ഒരു പിന്തുണ എന്നത്, കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ. ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ KSF ഏത് തരത്തിലൊക്കെയാണ്? പിന്നെ പ്രത്യേകിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസം അതൊരു വലിയ ഘടകമാണ്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ SKSF എന്തിനാണ് ഇനി SKSF മുൻകൈ? സംസ്ഥാന SKSF 2 ദിവസം മുമ്പ് കോഴിക്കോട് മീറ്റിംഗ് കൂടി. ഒന്നാമത്തെ അജണ്ട തന്നെ വയനാട്ടിലെ ദുരിത പ്രദേശത്തെക്കുറിച്ചായിരുന്നു. വിക്കായയുടെ പ്രവർത്തനം നിർത്തണ്ട എന്നാണ്. അവസാനത്തെ തിരച്ചിൽ ദിവസം ഉണ്ടാകുന്നത് വരെ വിക്കായ ഉണ്ടാകട്ടെ എന്നാണ്. പക്ഷെ നമ്മളന്ന് വിലയിരുത്തിയത് നമുക്ക് ഈ പുറമെ കാണുന്ന ഈ സേവനത്തിൽ സന്നദ്ധരാകാനേ കഴിയൂ. അപ്പോൾ നമ്മളിവിടെ 6 മാസം വരെ നീണ്ടു നിൽക്കുന്ന സമസ്ത കോർഡിനേഷൻ കമ്മിറ്റിയുടെ കൺട്രോൾ റൂമുണ്ട്. അതിനോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ സംസ്ഥാന SKSF 6 മാസത്തേക്കുള്ളൊരു കൺട്രോൾ റൂം തുറക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് കോർഡിനേഷൻ കമ്മിറ്റിയുമായി ചേർന്ന് നിന്നുകൊണ്ടാണ്. അവിടെ ഒരു പ്രവർത്തകനെ നിർത്തി കൃത്യമായി എന്ത് സേവനമാണ് ഇവിടുത്തെ ദുരിതബാധിതർക്ക് വേണ്ടത്, വീട് ക്ലീനിങ് ആണെങ്കിൽ ഓഫീസിൽ ചെന്ന് പറയാം, വിദ്യാഭ്യാസ പ്രവർത്തനമാണെങ്കിൽ എല്ലാം ക്രോഡീകരിക്കാൻ 6 മാസത്തേക്കുള്ള കൺട്രോൾ റൂം തുറക്കാൻ SKSF ആലോചിച്ചിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ചതുപോലെ SKSF വിദ്യാഭ്യാസ മേഖലയിലുള്ള എന്ത് പ്രതിസന്ധിയാണ് നേരിടുന്നത് അതൊക്കെ ഏറ്റെടുക്കാൻ സംസ്ഥാന SKSF സമസ്തയുമായി കൂടിയാലോചിച്ച് ചെയ്യാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. അവസാന ദിവസം വരെ തിരച്ചിലായി SKSF ഉണ്ടാകും. എന്നാൽ അത് കഴിഞ്ഞാൽ നിർത്തി പോകാനല്ല ഉദ്ദേശിക്കുന്നത്. 6 മാസത്തേക്ക് ഒരു ഓഫീസ് എടുത്ത് അവിടെ ഒരു പ്രവർത്തകനെ നിർത്തി എന്താവശ്യമാണ് ദുരിതബാധിതർക്ക് ആവശ്യമുള്ളത്, ഭക്ഷ്യവസ്തുക്കളുടെ ആവശ്യമുണ്ട് അതെത്തിച്ചു കൊടുക്കുന്നു. സർക്കാരേതര സേവനങ്ങളിൽ ആവശ്യമായതൊക്കെ അവരുടെ നഷ്ടപ്പെട്ട രേഖകളും മറ്റും കണ്ടെത്താനുള്ള സഹായങ്ങൾ, കൗൺസിലിംഗ് സെൻറ്റർ, അങ്ങനെ എല്ലാമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് SKSF ആലോചിച്ചിട്ടുള്ളത്. നമ്മൾ ഭക്ഷണം തയ്യാറാക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഒരു നാടിൻ്റെ കരുത്ത് എന്ന് പറയുന്നത് യുവാക്കളാണ്. ഈ മേപ്പാടി പള്ളി കമ്മിറ്റിക്കും യുവജന കൂട്ടായ്മയുണ്ട്. ആ യുവജന കൂട്ടായ്മയുടെ പ്രസിഡന്റാണോ സെക്രട്ടറിയാണോ? സെക്രട്ടറിയാണ്. ഷമീർ അല്ലേ? ഷമീർ. എന്താ ചെയ്യുന്നത്? ഞാൻ ബിസിനസ്സാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഈ ഭക്ഷണത്തിൻ്റെ ഒക്കെ ഒരു കോർഡിനേഷനും കാര്യങ്ങളിലൊക്കെ നിങ്ങളെയാണ് നമ്മൾ പല ദിവസങ്ങളിലും കാണുന്നുണ്ട്. പക്ഷെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടതുകൊണ്ട് നിങ്ങളിതുവരെ നമ്മൾ സമീപിച്ചിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ 15-ാം ദിവസമാണ്. അതെ. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൂട്ടായ്മയും ഇതിൻ്റെ സംവിധാനങ്ങളും? ഇത് വലിയൊരു ഒരുക്കം വേണ്ട ഒരു സംഭവമാണ്. ഞങ്ങളൊരു 100 ആളെ മുകളിലുള്ളൊരു കൂട്ടായ്മയാണിത്. ഒരുപാട് വർഷങ്ങളായിട്ടുള്ള കൂട്ടായ്മയാണ്. മേപ്പാടി മഹല്ല് ജമാഅത്തിൻ്റെ കീഴിലുള്ള ഒരു സംയുക്തമായിട്ട് മുന്നോട്ട് പോകുന്നൊരു കൂട്ടായ്മയാണ്. എല്ലാ പരിപാടികൾക്കും ഞങ്ങൾ ഇതേപോലെ തന്നെയാണ് ഇവിടെ സജീവമായിട്ട് പ്രവർത്തിക്കാറുള്ളത്. ഈ പള്ളി എന്ന് പറയുമ്പോൾ വലിയ വരുമാനമൊക്കെ ഉള്ളൊരു പള്ളിയാണ്. അതെ. വലിയൊരു കുടുംബമല്ല പള്ളി, 1000 ചില്ലറ കുടുംബമുള്ളൊരു പള്ളിയാണ്. മേപ്പാടി മസ്ജിദിൻ്റെ ഏറ്റവും വലിയ, ഈ ഏരിയയിലെ ഏറ്റവും വലിയ പള്ളിയാണ്. അപ്പോൾ ഈ യുവജന കൂട്ടായ്മയിലൊക്കെ നാട്ടിലെ യുവാക്കളൊക്കെ വളരെ എല്ലാവരും സജീവമായിട്ട് പറഞ്ഞു. നമ്മൾ കിച്ചണിലേക്ക് പോയി നോക്കുകയാണെങ്കിൽ അറിയാം, ഇപ്പോൾ തന്നെ അവിടെ ഒരു 19ഓളം ചെറുപ്പക്കാർ ഇപ്പോൾ പ്രവർത്തിക്കും. നമുക്ക് ആ കിച്ചൺ ഒന്ന് പോയി കണ്ടാലോ? എന്നാ വരി. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇത്ര ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഇതിനൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഒരു ടീമിനെ നിങ്ങൾ സജ്ജീകരിക്കുക? അവരെല്ലാം സ്വയം സന്നദ്ധരായ? അതെ. നമ്മളിപ്പോൾ പ്രത്യേകിച്ച് ആരും വിളിച്ചു കൂട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇത്ര നാടിന് നടക്കിയൊരു പ്രശ്നം ഉണ്ടായ സമയത്ത് തന്നെ എല്ലാവരും തടിച്ചുകൂടി, എല്ലാ യുവാക്കളും ഒരുമിച്ച് കൂടി അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുക ചെയ്തത്. പ്രത്യേകിച്ച് നമ്മൾ ആരും ക്ഷണിച്ചു വരുത്തേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. എല്ലാവരും പല ജോലികളിലൊക്കെ ഏർപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതെ. എല്ലാവരും ജോലികൾ മാറ്റിവെച്ചാണ് ഇപ്പോൾ ഒരു 10-15 ദിവസത്തോളം ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങളുടെ ഇവിടെ നിന്നാണ് നിങ്ങൾ ഭക്ഷണം ആ സമയത്ത് ഇവിടെ ഞാൻ ഒരു ദിവസം വന്ന സമയത്ത് ഇവിടെ ഒരു മയ്യത്ത് കുളിപ്പിക്കുന്ന സംവിധാനം, അതാണ് ഞങ്ങൾ ഫ്രണ്ടേജിലായിരുന്നു ഇത് ചെയ്തിരുന്നത്. കിച്ചൺ വേറെ സ്ഥലത്ത് സെറ്റ് ചെയ്തിട്ട് ഇവിടെ കൊടുക്കൽ മാത്രമായിരുന്നു ഫ്രണ്ട്. ഇപ്പോൾ ഒരു കല്യാണത്തിന് നമ്മളൊരു ഭക്ഷണം ഒരുക്കുക എന്ന് പറയുമ്പോൾ 2-3 മണിക്കൂറല്ല 4-5 മണിക്കൂർ. ഇന്നലെ നൈറ്റിൽ 6 മണിക്ക്. അതെ. ഇത് ഇന്നലെ നമ്മൾ രാത്രി 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത പരിപാടിയാണിത്. ഇവിടെ ഇന്നത്തെ അതെ. എത്ര പേര് ഇപ്പോൾ ഇവിടെയൊക്കെ സജീവം? ഇവിടെ ഒരു 10-50ഓളം ചെറുപ്പക്കാർ ഇവിടെ സജീവമായിട്ട് ഇപ്പം നിലവിലുണ്ട്. എല്ലാം ഈ നാട്ടുകാരും. അതെ.